നമസ്കാരം. പശ്ചിമ ബംഗാളിൽ തൃണമൂൽ കോൺഗ്രസ് മുങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു കപ്പലാണ് എന്നുള്ളത് പുതുമയുള്ള വാർത്തയൊന്നും അല്ലാതായിരിക്കുന്നു. പക്ഷേ പശ്ചിമ ബംഗാളിൽ തേർവാഴ്ച നടത്തിയിരുന്ന സർവപ്രതാപത്തോടുകൂടി വാണിരുന്ന മമതാ ബാനർജിയുടെ അനന്തരവൻ അഭിഷേക് മുഖർജിയും ഇപ്പോൾ പൊതുജനങ്ങളുടെ മുമ്പിൽ അപഹാസ്യരാകുന്നു എന്ന് മാത്രമല്ല, അഭിഷേക് ബാനർജിക്ക് പൊതുജനങ്ങളുടെ കയ്യിൽ നിന്ന് പൊതിരെ തല്ല് കിട്ടുന്നു എന്നുള്ള തരത്തിലുള്ള വാർത്തകൾ നാം കണ്ടതാണ്. അവിടെയാണ് ഈ മറ്റൊരു തലത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയാണ് എന്ന് നാം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത്. കാരണം BJP-ക്കാരാണ് ഈ ആക്രമണത്തിന് പിന്നിലെന്ന് മമതാ ബാനർജി ആരോപിച്ചെങ്കിൽ പോലും ഇപ്പോൾ പിടിയിലായിരിക്കുന്ന പ്രതികളുടെ പട്ടിക നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് അവർ മുൻ തൃണമൂൽ കോൺഗ്രസ് പ്രവർത്തകർ തന്നെയായിരുന്നു എന്ന് ആണ്. ഈ അഭിഷേക് ബാനർജിക്ക് മാത്രമല്ല ഇതുപോലെ തല്ല് കിട്ടുകയും ചീമുട്ടയേറ് കിട്ടുകയും ചെയ്തത്. ഈ കല്യാൺ ബാനർജി എന്ന തൃണമൂൽ കോൺഗ്രസ് MPക്കും പൊതുജനങ്ങളുടെ കയ്യിൽ നിന്ന് തല്ല് കിട്ടി എന്നുള്ള തരത്തിലുള്ള വാർത്തകൾ പുറത്തു വന്നിരുന്നു. പക്ഷേ അത് സംബന്ധിച്ച് പോലീസ് അന്വേഷണങ്ങൾ നടത്തി പ്രതികളെ പിടിച്ചപ്പോൾ മനസ്സിലാക്കുവാൻ സാധിച്ചത് മുൻ തൃണമൂൽ കോൺഗ്രസ് MLA ആയിരുന്ന ലവ്ലി മൈത്രയുടെ അടുത്ത അനുയായികളാണ് ഈ കല്യാൺ ബാനർജിയെ പൊതുനിരത്തിലിട്ട് തല്ലിയത് എന്നാണ്. അദ്ദേഹത്തിൻ്റെ പേര് ഞാനൊന്നും കൂടി ഉറപ്പിച്ചോട്ടെ, കല്യാൺ ബാനർജി തന്നെ. കല്യാൺ ബാനർജിയാണോ മുഖർജിയാണോ എന്നുള്ളൊരു സംശയം ഇടയ്ക്കൊന്ന് വന്നു. കാരണം ബംഗാളി പേരുകളാവുമ്പോൾ ഇടയ്ക്കൊന്ന് മാറുന്നത് ക്ഷമിക്കുക. കല്യാൺ ബാനർജി തന്നെയാണ്. അദ്ദേഹത്തിന് തല്ല് കിട്ടിയതിൻ്റെ പിന്നിൽ മുൻ തൃണമൂൽ കോൺഗ്രസ് MLA ആയിരുന്ന ലവ്ലി മൈത്രയുടെ അനുയായികളാണ് എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം. ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ട കാര്യം എന്താണ് എന്ന് ചോദിച്ചാൽ പ്രത്യേകിച്ച് മനസ്സിലാക്കേണ്ട കാര്യമൊന്നുമില്ല. ഈ ഇടതുപക്ഷം കുറേ കാലം പശ്ചിമ ബംഗാളിനെ നീണ്ടകാലം തന്നെ പശ്ചിമ ബംഗാളിനെ ഭരിച്ചു മുടിച്ചതിന് ശേഷം അവർ അധികാരത്തിൽ നിന്ന് നിഷ്കാസിതരായപ്പോൾ ആദ്യം ഇടതുപക്ഷ നേതാക്കളെ പശ്ചിമ ബംഗാളിൻ്റെ തെരുവിൽ ഓടിച്ചിട്ടടിച്ചത് അവരുടെ മുൻ അനുയായികൾ തന്നെയായിരുന്നു, അല്ലെങ്കിൽ മുൻ പാർട്ടി പ്രവർത്തകർ തന്നെയായിരുന്നു. അങ്ങനെ അടി കൊടുത്തതിന് ശേഷം അവർ തൃണമൂൽ കോൺഗ്രസ്സിലേക്ക് ചേക്കേറി. ആ സംഭവത്തിൻ്റെ അല്ലെങ്കിൽ ആ ഒരു സ്വഭാവത്തിൻ്റെ പുനരാവർത്തനം മാത്രമാണ് ഇപ്പോൾ ബംഗാളിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ അത് സുവേന്ദു അധികാരിക്കും കൂട്ടർക്കും കൃത്യമായി അറിയാവുന്നത് കൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള തൃണമൂൽ കോൺഗ്രസ്സിലെ ക്രിമിനലുകളെ BJP-യിലേക്ക് എടുക്കില്ല. ഒരു വർഷം കഴിഞ്ഞ് ഏതെങ്കിലും തൃണമൂൽ കോൺഗ്രസ് പ്രവർത്തകൻ BJP-യിലേക്ക് ചേരുവാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവരെ സ്വീകരിക്കൂ എന്നവർ പറഞ്ഞിട്ടുണ്ട്. MLA-മാരുടെയും MP-മാരുടെയും കാര്യമല്ല ഞാൻ പറയുന്നത്, പ്രവർത്തകരുടെ കാര്യമാണ്. ഈ താഴേക്കിടയിലുള്ള പ്രവർത്തകരാണ് അവിടുത്തെ ഏറ്റവും വലിയ ഗുണ്ടകൾ. തെരുവോരങ്ങളിൽ നടന്ന് ഈ മാസപ്പിരിവ് നടത്തുകയും ആഴ്ചപ്പിരിവ് നടത്തി ഹഫ്ത എന്ന പേരിൽ ഓമനപ്പേരിൽ പിരിവ് നടത്തുകയും ചെയ്യുന്ന കൗൺസിലർമാരുൾപ്പെടെയുള്ളവരുടെ ഒരു നിലവാരമാണ് ഞാൻ ഈ സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഇതുകൊണ്ട് തന്നെ തെരുവിൽ തല്ല് കിട്ടുന്നത് പുതുമയുള്ള കാര്യമല്ല. പശ്ചിമ ബംഗാളിലെ ഈ ഇടത് തൃണമൂൽ കോൺഗ്രസ് നേതാക്കൾക്ക്. BJP നേതാക്കന്മാരുടെ കാര്യം വ്യത്യസ്തമാണ്. കാരണം അവർ കിട്ടുന്നത് തിരിച്ചു കൊടുക്കാൻ RSS ഉണ്ട് എന്നുള്ളത് മാത്രമല്ല, അവരെ ക്രൂരമായി വേട്ടയാടി കൊലപ്പെടുത്തുക എന്നുള്ളൊരു രീതി തൃണമൂൽ കോൺഗ്രസിൻ്റെ ഗുണ്ടകൾ കഴിഞ്ഞ കുറേ കാലമായി, കഴിഞ്ഞ 15 വർഷങ്ങളോളമായി, പ്രത്യേകിച്ച് കഴിഞ്ഞ അവസാനത്തെ 5 വർഷങ്ങൾ മമതാ ബാനർജിയുടെ കിരാത ഭരണത്തിൻ്റെ അവസാനത്തെ 5 വർഷങ്ങളിൽ കൊണ്ടു നടന്നിരുന്നു. അതുകൊണ്ട് തന്നെ BJP-ക്കാരുടെ കാര്യം ഒരല്പം വ്യത്യസ്തമാണ് മറ്റുള്ളവരുടെ കാര്യത്തിൽ നിന്ന്. ഇനി മമതാ ബാനർജിയുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ, മുങ്ങിക്കൊണ്ടിരിക്കുന്ന ഈ കപ്പൽ കൂടുതൽ കടലിൻ്റെ അഗാധതയിലേക്ക് താഴ്ന്നുകൊണ്ടിരിക്കുകയാണെന്നുള്ളതിൻ്റെ തെളിവ് ഈ കഴിഞ്ഞ ദിവസം അവർക്ക് നേരിട്ട് ലഭിച്ചു എന്നാണ് നമുക്കറിയുവാൻ കഴിയുന്നത്. ഈ അഭിഷേക് ബാനർജിക്ക് ചീമുട്ടയേറും തല്ലും കിട്ടിയതിൻ്റെ പശ്ചാത്തലത്തിൽ തൃണമൂൽ കോൺഗ്രസ് MLA-മാരുടെ ഒരു യോഗം അവർ വിളിച്ചുകൂട്ടി. അടിയന്തരമായിട്ട് നമുക്കിതിനെതിരെ പ്രതിഷേധിക്കണം എന്ന് ഉള്ള ഒരു ഉദ്ദേശം മുന്നോട്ട് വയ്ക്കുവാൻ വേണ്ടി, അല്ലെങ്കിൽ അതിൻ്റെ ഈ പ്രതിഷേധ നടപടികൾ എങ്ങനെയായിരിക്കണം, എന്തൊക്കെയായിരിക്കണം, പ്രതിഷേധ യോഗങ്ങളാണോ അല്ലെങ്കിൽ ഒരു പ്രസ്താവന ഇറക്കുകയാണോ, ഇതൊക്കെ തീരുമാനിക്കാൻ വേണ്ടി MLA-മാരുടെ 80 തൃണമൂൽ കോൺഗ്രസ് MLA-മാരുണ്ട് നിയമസഭയിൽ. ഇപ്പോൾ അവരുടെ ഒരു യോഗം വിളിച്ചു കൂട്ടിയപ്പോൾ ആ യോഗത്തിന് എത്തിച്ചേർന്നത് ആകെ 20 പേർ മാത്രമാണ്. ബാക്കി 60 പേരിൽ ഭൂരിഭാഗവും അവരുടെ സെൽഫോണുകളെല്ലാം ഓഫാക്കി വെച്ച് അവരുടെ പാട്ടിന് പോയി. മമതാ ബാനർജിയെ ഉപേക്ഷിച്ച് പോയി എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. അതുകൊണ്ട് ദീദി എന്ന് വിളിക്കപ്പെടുന്ന മമതാ ബാനർജി ആകെ അസ്വസ്ഥതയാണ്, ഇപ്പോൾ ആകെ പരിഭ്രാന്തിയുമാണ്. ആ പരിഭ്രാന്തി ആയതിൻ്റെ കാരണം മറ്റൊന്നും കൂടിയുണ്ട്. ഈ ജൂൺ 2-ാം തീയതി, അതായത് നാളെ, അവരൊരു വലിയ പ്രതിഷേധ പരിപാടി കൽക്കട്ടയിൽ ആസൂത്രണം ചെയ്തിരുന്നു. ഈ അഭിഷേക് ബാനർജിയുടെ നേരെ ഉണ്ടായ ആക്രമണത്തിൻ്റെ പശ്ചാത്തലത്തിൽ. ആ
പ്രതിഷേധ യോഗത്തിന് ഇപ്പോൾ പറ്റിയിരിക്കുന്ന പ്രശ്നം അഭിഷേക് ബാനർജിയെ ആക്രമിച്ചതും മുൻ തൃണമൂൽ പ്രവർത്തകരാണ് എന്നാണ് പോലീസിൻ്റെ ഭാഷ്യം. അറസ്റ്റിലായവർ അത് സംബന്ധിച്ച് 4 പേരോളം അറസ്റ്റിലായിട്ടുണ്ട്. അവരെല്ലാം മുൻ തൃണമൂൽ കോൺഗ്രസ് പ്രവർത്തകർ തന്നെയാണ് താനും. അതൊന്നാമത്തെ പ്രശ്നം. രണ്ടാമത്തെ കാര്യം, ഇതിൻ്റെ ഒരു ട്രയൽ റൺ പോലെ, ഒരു മുന്നൊരുക്കം പോലെ അവരൊരു ചെറിയ പ്രതിഷേധ യോഗം വിളിച്ചിരുന്നു. അതിനാകപ്പാടെ എത്തിയത്, കറുത്ത ബലൂണുമായിട്ട് എത്തിയത് 10 പേരാണ്. അതിൽ തന്നെ ഒരാൾ കറുത്ത ബലൂൺ വിൽക്കാനെത്തിയ ഒരു വ്യാപാരിയായിരുന്നു, കച്ചവടക്കാരനായിരുന്നു എന്ന് പറയപ്പെടുന്നു. അത് സ്ഥിരീകരിക്കാത്ത വിവരമാണ്. പക്ഷേ 10-15 പേര് ഇത്തരത്തിലുള്ളൊരു പ്രതിഷേധ യോഗത്തിൻ്റെ മുന്നൊരുക്കത്തിന് ആയി മമതാ ബാനർജി വിളിച്ചു കൂട്ടിയ യോഗത്തിൽ അല്ലെങ്കിൽ സമ്മേളനത്തിൽ എത്തിയിരുന്നുള്ളൂ. ഇനി കൽക്കട്ടയിൽ നടക്കുന്ന പ്രതിഷേധ യോഗം പരാജയപ്പെട്ടു പോയാൽ മമതാ ബാനർജിയുടെ പതനം ഏതാണ്ട് പൂർത്തിയാകുമെന്നുള്ള കാര്യം മറ്റാരെക്കാളും നന്നായി മമതാ ബാനർജിക്ക് അറിയാം. അതുകൊണ്ട് തന്നെ നാളത്തെ പ്രതിഷേധ യോഗം ഒരുപക്ഷെ മാറ്റി വെച്ചേക്കുവാനുള്ള സാധ്യതയുണ്ട് എന്നാണ് ഇപ്പോൾ മമതയുടെ അടുത്ത വൃത്തങ്ങൾ പറയുന്നത്. ഇതിൻ്റെ മറ്റൊരു തലത്തിലേക്കും കൂടി കാര്യങ്ങൾ നോക്കണം. മമതാ ബാനർജിയെ സംബന്ധിച്ച് അവർ ഈ വ്യാജ പ്രചരണത്തിൻ്റെ ഒരു ആശാത്തിയാണെന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഇത്തരത്തിൽ ആളുകൾ കൂടാൻ, ഒരുപാട് ആളുകൾ ഒത്തുകൂടുവാൻ സാധ്യത കുറവാണ് എന്നുള്ളത് നേരത്തെ മനസ്സിലാക്കിയവർ അവരുടെ പേരിൽ തന്നെ ഔദ്യോഗികമായി അല്ലാത്തൊരു പ്രചരണം ഇളക്കി വിട്ടു. ഡൽഹിയിലേക്ക് ചെന്ന് നമ്മുടെ ഈ പാറ്റ പാർട്ടികളുണ്ടല്ലോ, ഈ കൃമികീടങ്ങൾ, അവരുമായി ചേർന്ന് ഒരു പ്രതിഷേധത്തിന് നേതൃത്വം നൽകാൻ മമത ഒരുങ്ങുകയാണ് എന്നുള്ള തരത്തിലുള്ള ഒരു പ്രചരണം അവർ അഴിച്ചുവിട്ടു. അത് ഒരു ടെസ്റ്റ് ഡോസായിരുന്നു. കാരണം ഈ പാറ്റകളുടെ ഭാഗത്തു നിന്നോ അല്ലെങ്കിൽ ജെൻസിയുടെ ഭാഗത്തു നിന്നോ വലിയ പ്രതികരണങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ ഒരു പക്ഷേ അവർ കൽക്കട്ടയിൽ നിന്ന് ഈ പ്രതിഷേധം ഡൽഹിയിൽ ജന്തർ മന്ദറിലേക്ക് മാറ്റിയേനെ. അതിനുള്ളൊരു സാധ്യതാ പരിശോധനയായിരുന്നു, ഒരു ട്രയൽ റൺ എന്നൊക്കെ പറയുമല്ലോ, ടെസ്റ്റ് ഡോസ് അവർ നടത്തി. ഔദ്യോഗികമായല്ല, അനൗദ്യോഗികമായിട്ട് വേണമെങ്കിൽ തിരിച്ചവരിലേക്ക് അന്വേഷണമോ അല്ലെങ്കിൽ ചോദ്യങ്ങളോ വന്നാൽ ഇത് എനിക്കിതുമായിട്ട് ബന്ധമൊന്നുമില്ല, വ്യാജ പ്രചരണമാണ് എന്ന് പറഞ്ഞൊഴിയുവാൻ തക്ക രീതിയിലുള്ള ഒരു പ്രചരണം അവർ നടത്തി നോക്കി. അതും പരാജയപ്പെട്ടു. ഔദ്യോഗികമായിട്ടുള്ള പ്രതിഷേധ യോഗത്തിന് നാളെ എത്ര പേർ എത്തിച്ചേരുമെന്നുള്ളത് കണ്ടറിയണം. കാരണം 60 MLA-മാർ തന്നെ അവരെ ഉപേക്ഷിച്ച് മാറി നടക്കുകയാണ്. MP-മാരുടെ കാര്യവും പറയുവാനില്ല. BJP-യിലേക്ക് വലിയൊരു കുത്തൊഴുക്കുണ്ടാകും. ഉടനെ തന്നെ തൃണമൂൽ കോൺഗ്രസ് പൂർണ്ണമായും തകർന്നടിയും എന്നുള്ളതാണ് ഇപ്പോൾ ഏറെക്കുറെ സ്ഥിരീകരിക്കാവുന്ന ഒരു വിവരം തൃണമൂൽ കോൺഗ്രസിനെ സംബന്ധിച്ച് പുറത്തു വരുന്നത്. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഈ കൗൺസിലർമാർ വരെയുള്ള താഴെത്തട്ടിലുള്ള ഗുണ്ടകളുടെ കാര്യമല്ല BJP-യിലേക്ക് കാര്യമാണ് ഞാൻ പറഞ്ഞത്. 1 വർഷത്തിന് ശേഷമേ അവന്മാരുടെ നടപടിക്രമങ്ങളെല്ലാം പരിശോധിച്ച്, അവരുടെ പേരിലുള്ള കുറ്റകൃത്യങ്ങളെല്ലാം പരിശോധിച്ച്, എന്തൊക്കെ കുറ്റകൃത്യങ്ങളിൽ അവർ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതെല്ലാം പരിശോധിച്ചതിന് ശേഷം മാത്രമേ ഈ താഴെത്തട്ടിലുള്ള ആളുകളെ BJP-യിലേക്ക് എടുക്കൂ എന്നുള്ള കാര്യത്തിൽ സുവേന്ദു അധികാരിയും BJP നേതാക്കളും ഉറച്ചു നിൽക്കുകയാണ്. പക്ഷേ MLA-മാരുടെയും MP-മാരുടെയും കാര്യത്തിൽ, പ്രത്യേകിച്ച് MP-മാരുടെ കാര്യത്തിൽ ഇതിനെ കുതിരക്കച്ചവടമെന്നോ എന്ത് വേണമെങ്കിലും വിളിച്ചോളൂ. കാരണം ഇന്ത്യ മുന്നണിയിലേക്ക് ഇത്തരത്തിലുള്ള ആൾക്കാർ പോകുമ്പോൾ അത് ജനാധിപത്യത്തിൻ്റെ മനോഹാരിതയും, BJP-യിലേക്ക് NDA മുന്നണിയിലേക്ക് ഇത്തരത്തിൽ ആളുകൾ മാറുമ്പോൾ അത് കുതിരക്കച്ചവടവുമാകുന്നൊരു ന്യായം മലയാള മാധ്യമങ്ങൾക്ക് ഒരുപക്ഷെ മനസ്സിലായേക്കാം. പക്ഷേ നോർത്ത് ഇന്ത്യക്കാരെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ കേന്ദ്രത്തിൽ നരേന്ദ്രമോദിയുടെ കീഴിൽ പൂർണ്ണ ഭൂരിപക്ഷത്തോടു കൂടിയുള്ള ഒരു സർക്കാർ എന്നുള്ളത് ഭാരതത്തെ സംബന്ധിച്ച് അത്യന്താപേക്ഷിതമായിട്ടുള്ളൊരു കാര്യമാണ്. അതുകൊണ്ട് കുതിരക്കച്ചവടമെന്ന് പറഞ്ഞ് ഇവിടുന്ന് ട്രീ കട്ടറിലെ മുട്ടയോ ആരെങ്കിലും അവിടെ ചെന്ന് ഈസ് ദിസ് ഹോഴ്സ് ട്രേഡിംഗ് എന്ന മുറി ഇംഗ്ലീഷിൽ ചോദിച്ചാൽ അവിടുന്ന് കിട്ടുന്നത് അഭിഷേക് ബാനർജിക്ക് കിട്ടിയതുപോലെ വല്ല ചീമുട്ട ഏറുമായിരിക്കും എന്ന് മാത്രമേ ഈ വിഷയത്തിൽ ഈ MLA-മാരുടെ MP-മാരുടെയും ഒരു ട്രാൻസാക്ഷൻ ഉണ്ടല്ലോ, കൊടുക്കൽ വാങ്ങലിനെ സംബന്ധിച്ച് എനിക്ക് പറയുവാനുള്ളൂ. കാരണം ഈ കുത്തൊഴുക്ക് തുടങ്ങുമ്പോൾ ഇവിടെ നിലവിളികൾ ഉയർന്നു തുടങ്ങും. ഇവിടുത്തെ മാപ്രകളുടെ ഇടയിൽ നിന്ന് വലിയ നിലവിളികൾ ഉയർന്നു തുടങ്ങുമെന്നുള്ള കാര്യം ഉറപ്പാണ്. അതുകൊണ്ട് തന്നെ അതൊന്ന് പ്രേക്ഷകർ ശ്രദ്ധിക്കുക. എന്തായാലും തൃണമൂൽ കോൺഗ്രസ് പൂർണ്ണമായും തകർച്ചയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇനി അത്ഭുതങ്ങളൊന്നും സംഭവിച്ചില്ലെങ്കിൽ ഇന്ത്യ മുന്നണി നേതാക്കളെല്ലാം മമതയോടൊപ്പമുണ്ട് എന്ന ഒരു അവകാശവാദം നമ്മുടെ മീഡിയ മുക്കാലൊക്കെ ഉന്നയിക്കുന്നുണ്ട്. പക്ഷേ അതും കണ്ടറിയണം കോശി, എന്താകും അതിൻ്റെ ഭാവി എന്നുള്ളത്. കാരണം അഖിലേഷ് യാദവിന് ഉത്തർപ്രദേശിൽ സ്വന്തം കാൽച്ചുവട്ടിലെ മണ്ണ് ഒലിച്ചു പോകുന്നത് തടയുവാനേ സാധിക്കുന്നില്ല. രാഹുൽ ഗാന്ധി ഏതൊക്കെയോ ഭാവനാലോകത്ത് ജീവിച്ച് ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നു. പിന്നെന്ത് ഇന്ത്യ മുന്നണി എന്നുള്ള ചോദ്യമാണ് മറുഭാഗം ചോദിക്കുന്നത്. അതിൻ്റെ ഉത്തരം ഇതുവരെ കണ്ടെത്തുവാൻ ഇന്ത്യ മുന്നണിക്കായിട്ടില്ല. എന്തായാലും ജനങ്ങൾക്കായിട്ടുണ്ട്. ഇന്ത്യ മുന്നണി എന്താണെന്ന് മനസ്സിലാക്കാനും ഇന്ത്യ മുന്നണിയുടെ ഐക്യം എത്രത്തോളം ഉണ്ടെന്നുള്ള ചോദ്യത്തിന് ഉത്തരം നൽകുവാനും ജനങ്ങൾക്കായിട്ടുണ്ട് എന്നുള്ളത് ആശ്വാസകരമായിട്ടുള്ളൊരു കാര്യമാണ്. എന്തായാലും നാളെ ഈ പ്രതിഷേധ യോഗം കൂടി കഴിയുമ്പോൾ മമതയുടെ പതനം എത്രത്തോളമായി എന്നുള്ളതിനെ സംബന്ധിച്ച് ഒരു വ്യക്തമായ ചിത്രം നമുക്ക് ലഭ്യമാകും.
ആ ചിത്രം ലഭ്യമാകുന്നതിനനുസരിച്ച് നമുക്ക് ഈ വിഷയത്തിൽ കൂടുതൽ ചർച്ചകളും വിശകലനങ്ങളും ആകാം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും ഈ വിഷയത്തിൽ കമൻറ്റുകളിലൂടെ ഞങ്ങളുമായി പങ്കുവയ്ക്കുക. സംവാദങ്ങൾ തുടരട്ടെ. വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.